ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോൾ മിക്കവരും ചെയ്യാറുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും വെബ് സീരീസ് കാണോ അല്ലെങ്കിൽ മൂവീസ് കാണുകയോ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല നല്ല സീരീസ് ഏതാണ്, നല്ല നല്ല മൂവീസ് ഏതാണ് എന്നുള്ള സജഷൻസ് കാണുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്തുകൂടാ. ഞാൻ കണ്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് വെബ് സീരീസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സജഷനായിട്ട് ഒരു വീഡിയോ ചെയ്തുകൂടാന്ന്. അപ്പോൾ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് 10 വെബ് സീരീസാണ്. ഇതിൽ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, തമിഴ് ഉണ്ട്. അപ്പോൾ ഒരുമാതിരി എല്ലാ ലാംഗ്വേജസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വെബ് സീരീസും ഒരു ത്രില്ലർ, ഹൊറർ, ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലുള്ളതാണ് മിക്കതും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വെബ് സീരീസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ് സീരീസ് പല പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. പ്രൈമിലുണ്ട്, നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, അതുപോലെ തന്നെ TV-യിൽ അവൈലബിൾ ആയിട്ടുള്ള സീരീസ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം കുറച്ച് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനത്തെ വെബ് സീരീസ് സെഷൻസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമന്റ്സ് ഒക്കെ താഴെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വെബ് സീരീസ് ഒക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ എഴുതി അറിയിക്കുക. അതാവുമ്പോൾ എനിക്കും കാണുന്നവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്ലാറ്റ്ഫോംസിൽ നിന്നുള്ള വെബ് സീരീസും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് വെച്ചിട്ട് തുടങ്ങാം. ഞാനിവിടെ എൻ്റെ ബുക്കിൽ എല്ലാ സീരീസും അതിനെക്കുറിച്ചുള്ളൊരു എന്താ പറയുക കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഥ എന്താണെന്ന് വെളിപ്പെടുത്താതെ അതിനെക്കുറിച്ചുള്ളൊരു ഓവർവ്യൂ പറഞ്ഞു പോകാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ആ സീരീസ് എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടും. അത് കാണാനുള്ളൊരു ഉത്സാഹം അല്ലെങ്കിൽ എന്താ പറയുക ഉത്സുകത അതിൽ നിന്ന് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസാണ്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേറ്റീവ് മോഡാണ് ഇതിനുള്ളത്. അപ്പോൾ സ്റ്റോറിയുടെ ഒരു സിനോപ്സിസ് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ കഥാപാത്രം നിക് ബ്രൂവർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു സ്കൂളിൽ ഒരു കോച്ചായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഫാമിലി ഉണ്ട്, സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഈ പുള്ളിയുടെ ഒരു വീഡിയോ ഒരു ഡാർക്ക് വെബിൽ അപ്ലോഡ് ആവുകയാണ്. പുള്ളി ഒരു ബോർഡ് പിടിച്ചുകൊണ്ടാണ് നിൽക്കണത്. ഞാൻ സ്ത്രീകളെ അബ്യൂസ് ചെയ്യാറുണ്ട് എന്ന് എന്താ പറയുക കുറ്റസമ്മതം നടത്തുന്ന പോലത്തെ ഒരു ബോർഡും പിടിച്ചുകൊണ്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ച് അടിയൊക്കെ കിട്ടിയിട്ട് ഉള്ള പോലെ പുള്ളിയുടെ ഫേസ് നോക്കിയാൽ അറിയാം. ആ വീഡിയോ 5 മില്യൺ എപ്പോൾ അടിക്കുന്നോ വ്യൂസ്, 5 മില്യൺ വ്യൂസ് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അപ്പോൾ ഞാൻ മരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഡാർക്ക് വെബിൽ അപ്ലോഡ് ആവുന്നതോടുകൂടി പുള്ളിയുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം ഇത് കാണുന്നു. പുള്ളിയെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും പുള്ളിയെ കാണാനില്ല, എവിടെയാണെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഈ വീഡിയോസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നു. ഈ വ്യൂ 5 മില്യൺ എത്തിക്കഴിഞ്ഞാൽ ആൾ മരിക്കും എന്നാണ് പറയുന്നതെങ്കിൽ പോലും ആൾക്കാർ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് വ്യൂസ് കയറി പോകുന്നു. അങ്ങനെ 5 മില്യൺ എത്തുന്നു. അപ്പോൾ ഈ പുള്ളിയെ കാണാനില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ പുള്ളിയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ, പുള്ളിയുടെ ഭാര്യ, മക്കള്, പുള്ളിയുടെ സിസ്റ്റർ, പുള്ളിയുടെ കൊളീഗ്സ്, അങ്ങനെ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആണ് പിന്നെ ബാക്കി കഥ പറയുന്നത്. പുള്ളിയെ കണ്ടുപിടിക്കുന്നതും അതിന് പിന്നിലുള്ള കഥകളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക രത്ന ചുരുക്കം. അപ്പോൾ ഒരു മൊത്തത്തിലൊരു സസ്പെൻസ് ത്രില്ലറാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സീരീസ് ആയിരുന്നു. ആ ഒരു സസ്പെൻസ് നിലനിർത്തി പോകാനും ആ കഥ നല്ല ഫ്ലോയിൽ പറഞ്ഞു പോകാനും പലരുടെ പോയിന്റ് ഓഫ് വ്യൂസിൽ നിന്ന് കഥ നല്ലോണം കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപോക്കുക. ഫസ്റ്റ് വൺ ക്ലിക്ക് ബെയ്റ്റ്. അടുത്തത് നമുക്കൊരു ഹിന്ദി സീരീസ് ആയാലോ. ഇത് ദ ഹാർഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പ്രൈമിലാണ് ഉള്ളത്, ആമസോൺ പ്രൈമിലാണ് ഉള്ളത്. കുറച്ച് നാളായിട്ടോ ഇതൊക്കെ ഇറങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ കവർ ചെയ്യുന്നതെല്ലാം 2023
23-ലും 22-ലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സീരീസാണ് ഞാൻ കവർ ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇതിലെ മെയിൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സൊനാക്ഷി സിൻഹയാണ്. പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ ഇതിലെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് റൂറൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നടക്കുന്നത്. എക്സാക്ട് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. നോർത്തിലുള്ള എവിടെയോ കുറച്ച് റൂറൽ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഗുജറാത്തോ ബീഹാറോ അങ്ങനെ ഏതോ സ്ഥലത്താണ്. അപ്പോൾ അവിടങ്ങളിൽ പബ്ലിക് ടോയ്ലറ്റുകളിൽ സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അപ്പോൾ ഒരു പ്രാവശ്യമായി 2 പ്രാവശ്യമായി പലവട്ടമായി. അപ്പോൾ ഇതെല്ലാം ഈ സ്ത്രീകളെല്ലാം ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ നിഗമനം. അപ്പോൾ സൊനാക്ഷി സിൻഹയാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ച് ഇതിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിലാവുന്നു ഇവരാരും ആത്മഹത്യ ചെയ്തതല്ല, ഒരേ പാറ്റേണിൽ ഒരു സീരിയൽ കില്ലർ ഇവരെ കൊല്ലുന്നതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ഈ ഒരു സീരീസിൻ്റെ മൊത്തത്തിലുള്ളത്. ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഥ വെളിപ്പെട്ടു പോകും, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീകൾ എങ്ങനെ മരണപ്പെട്ടു, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള സൊനാക്ഷി സിൻഹയുടെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണിയാണ് ഈ ഒരു വെബ് സീരീസ്. ഇതും അഗൈൻ നല്ലൊരു എന്താ പറയുക വെൽ ഇംപ്ലിമെൻറ്റഡ് വെബ് സീരീസ് ആയിരുന്നു. ആ ഒരു സസ്പെൻസ് നിലനിർത്താനും കഥ നല്ലൊരു ഫ്ലോയിൽ പറഞ്ഞു പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സസ്പെൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമാവുന്ന ഒരു വെബ് സീരീസ് ആയിരിക്കും ഇത്. അടുത്തത് നമുക്ക് പിന്നെയും നെറ്റ്ഫ്ലിക്സിലുള്ളവരായാലോ. ഇതും ഒരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ്. ദ ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഹൗസ് ഓഫ് അഷർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു എന്താ പറയുക അംബാനി ഖാൻദാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഖാൻദാനാണ് അഷർ ഖാൻദാൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്കാരാണ് റോഡ്രിക് അഷറും പുള്ളിക്കാരൻ്റെ സിസ്റ്ററായിട്ടുള്ള മാഡ്ലിൻ അഷറും. ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ എംപയർ തന്നെ ഉണ്ടാക്കുന്നു. അതിൻ്റെ തലവരാണ് ഇവർ രണ്ടുപേരും. ഈ റോഡ്രിക് അഷറിന് കുറേ പിള്ളേരുണ്ട്. പിള്ളേരെന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേരൊന്നല്ല, നല്ല പ്രായപൂർത്തിയായിട്ടുള്ള മക്കളാണ്. അതിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മക്കളുണ്ട്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു വലിയൊരു ബോർഡ് തന്നെയുണ്ട് ഈ ഒരു അഷർ ഫാർമസ്യൂട്ടിക്കൽസിന്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷറിൻ്റെ ഈ റോഡ്രിക് അഷറിൻ്റെ ഈ മക്കള്, മാഡ്ലിൻ അഷർ കല്യാണം കഴിച്ചിട്ടില്ല, അവർക്ക് മക്കളൊന്നുമില്ല. റോഡ്രിക്കിനാണ് മക്കളുള്ളൂ. ഈ മക്കള് ആണ് ഈ ഒരു അഷർ എംപയറിൻ്റെ എന്താ പറയുക അനന്തരാവകാശികൾ. ഇവരെല്ലാം ഓരോരോ എന്താ പറയുക ഓരോരോ ഇൻസിഡൻസിൽ മരണപ്പെടുകയാണ്. 1 by 1 ആയിട്ട് എല്ലാവരും മരണപ്പെടുകയാണ്. അപ്പോൾ അതെന്താണ് എന്നുള്ള ഒരു അന്വേഷണം വരുന്നു. എന്തുകൊണ്ടാണ് ഈ മരിക്കുന്ന ഓരോ കേസസും വന്ന് ഒരു 1 by 1 ആകുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു എംപയറിൻ്റെ മക്കൾ മരിക്കുമ്പോഴത്തേക്കും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി കേസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ആ ഒരു കഥയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അഗൈൻ ഇതും ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് കഥ പറയുന്നത്. ഈ മരിച്ചു പോകുന്ന മക്കളൊക്കെ മരിക്കുന്നതിന് മുന്നേ അവരുടെ ഓരോ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കഥകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഈ ഒരു അഷർ എംപയറിൻ്റെ കഥ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് ഇവർ ഒരു എംപയർ പടുത്തു ഉയർത്തിയതെന്നും ഈ മക്കളൊക്കെ എങ്ങനെയാണ് മരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്നും ഒക്കെയാണ് ഈ ഒരു കഥ. ഇതിൽ കുറച്ച് ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൊറർ ത്രില്ലർ മൂഡിലുള്ള ഒരു കഥയാണിത്. നല്ലൊരു വെബ് സീരീസാണ്. ത്രില്ലർ എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടുത്തത് പ്രൈമിലെ ഒരു വെബ് സീരീസാണ് ദൂത. നിങ്ങൾ ഈയിടെ കണ്ടിട്ടുണ്ടാവും. അധികം കാലമായിട്ടില്ല ദൂത ഇറങ്ങിയിട്ട്. ഒരു തെലുങ്ക് വെബ് സീരീസാണ്. ഇതിന് സബ് ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ പല ലാംഗ്വേജസിലുണ്ട് സംഭവം. മലയാളത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കാണാം, തെലുങ്കിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ കാണാം, തമിഴിൽ കാണാം. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നാഗചൈതന്യാണ്, പിന്നെ പാർവതി തിരുവോത്തുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു അറിയപ്പെടുന്ന ഒരു താരനിര ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ കഥയും ഒരു ഹൊറർ ത്രില്ലർ മൂഡിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഗചൈതന്യ ഒരു പത്രത്തിൻ്റെ എന്താ പറയുക ചീഫ് എഡിറ്ററായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു പാർട്ടി നടക്കുന്നു. ഇവർ നാഗചൈതന്യയും പുള്ളിക്കാരൻ്റെ ഫാമിലിയും ഈ ഒരു പാർട്ടിയൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയാണ്. അപ്പോൾ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും ഇവർ ഒരു ധാബയുടെ സൈഡിൽ വണ്ടി നിർത്തുന്നു. എന്നിട്ട് ഈ ഭാര്യയും കൊച്ചും വണ്ടിയിൽ ഇരിക്കുന്നു. പുള്ളി ആ ധാബയിൽ കയറിയിട്ട് ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ധാബയിൽ വെച്ചിട്ട് ഒരു പേപ്പർ കഷ്ണം ഒരു നൂലിൽ തൂങ്ങി കിടക്കുന്നത് കാണുന്നു. പുള്ളി അത് ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്തെടുത്ത് നോക്കുന്നു. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് ഇതേ ദിവസം ഇതേ സമയം ഇതുപോലെ നാഗചൈതന്യയും ഫാമിലിയും ഇവിടെ വരുന്നു, ധാബയിൽ വണ്ടി നിർത്തുന്നു, ആ വണ്ടി അപകടപ്പെടുന്നു, അതിൽ പുള്ളിയുടെ മകൾ മരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നാഗചൈതന്യ ടെൻഷൻ അടിച്ച് ഓടി
ചെല്ലുമ്പോഴത്തേക്കും ഭാര്യ ഓൾറെഡി ഇതിനിടയിൽ ഇറങ്ങി ധാബയിലേക്ക് വന്നായിരുന്നു കേട്ടോ. ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും വണ്ടി ആക്സിഡന്റ് ആവുന്നതാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഓടി ചെല്ലുമ്പോഴത്തേക്ക് അധികം ചോരയൊക്കെ വരുന്ന കാണുന്നു. പക്ഷെ മകള് പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മകള് മരണപ്പെട്ടില്ല. പക്ഷെ ആ വണ്ടിയിൽ ഇവരുടെ പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി അതിൽ മരണപ്പെടുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടെല്ലാം പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പേപ്പർ കഷ്ണം കിട്ടുകയാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഓരോ എന്താ പറയുക ഓമിനസ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ എഴുതിയിട്ടുള്ള പത്രകഷ്ണങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം, ഇതെങ്ങനെ കിട്ടുന്നു, എവിടുന്ന് വരുന്നു, എന്താണ് അതിന് പുറകിലുള്ള റീസൺ, കുറേ ബാക്ക് സ്റ്റോറീസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. തെലുങ്കിലെയും തമിഴിലേക്ക് അറിയപ്പെടുന്ന കുറേ ആൾക്കാർ അഭിനയിച്ചു വെച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് ഒരു മഴക്കാലത്താണ്. ആ മഴയൊക്കെ നല്ല വ്യക്തമായിട്ട് ഈ മഴയുടെ ഇടയിൽ കൂടെ, എനിക്ക് തോന്നുന്നു ആക്ച്വൽ മഴയായിരിക്കണം അത് ഫുള്ള്. ഇവർ സീരീസിൽ കാണിക്കുന്ന മഴക്കാലമായിട്ടാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും ഷൂട്ട് ചെയ്തത് മഴക്കാലത്താണ്. കാരണം ഫുൾ മഴയാണ്, എല്ലാ എപ്പിസോഡിലും മഴയാണ്. അപ്പോൾ നല്ല രസത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഹൊറർ മൂഡിലുള്ളൊരു സസ്പെൻസ് ത്രില്ലറാണിത്. അടുത്തതും ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡിലുള്ള ഒരു ത്രില്ലറാണ്. ഇത് കോഹ്റ, ഇത് അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോറ എന്നാണോ അതോ കോഹ്റ എന്നാണോ, എന്തായാലും അത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. ഒരു ഹിന്ദി വെബ് സീരീസാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വരുൺ സോപ്തിയാണ്. പണ്ട് സ്റ്റാർ പ്ലസിലെ സീരിയൽസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം വരുൺ സോപ്തി ആരാണെന്നുള്ളത്. പുള്ളിയുടെ മുന്നേയും ഓരോ വെബ് സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, രാവൺ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെബ് സീരീസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ ഇതിൽ മെയിൻ എന്താ പോലീസ് ഓഫീസറായിട്ട് ഉള്ളത് വരുൺ സോപ്തിയാണ്. ഇതിലെ കഥ എന്ന് പറയുന്നത് ഒരു NRI ചെറുക്കനല്ല, ഒരു പുള്ളി NRI പഞ്ചാബിലാണ് കേട്ടോ ബേസ് ചെയ്തിട്ടുള്ളത്. പുള്ളി പഞ്ചാബിലേക്ക് വരുന്നു, പുള്ളിയുടെ കല്യാണമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നു. പക്ഷേ കല്യാണത്തിന് 2 ദിവസം മുന്നേ പുള്ളി മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. പുള്ളിയുടെ ഡെഡ് ബോഡി ഒരു പാടത്ത് കിടക്കണതായിട്ട് കാണുകയാണ് കുറച്ച് ആൾക്കാർ. അങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് അന്വേഷിക്കാനായിട്ട് വരുൺ സോപ്തിയും ടീമും ഒക്കെ വരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോൾ ആ NRI മനുഷ്യൻ്റെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ അൺട്രാവലായി വരുന്നു. പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങളും പുള്ളിയുടെ പാരൻസിൻ്റെ കാര്യങ്ങളും പുള്ളിയുടെ അവിടുത്തെ ലൈഫും കാര്യങ്ങളും, അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്നു. അങ്ങനെ ഫൈനലി ഈ ഒരു മർഡറർ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സ്റ്റോറി. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ കഥ റിവീലായി പോവും. പക്ഷെ ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണിത്. കുറച്ച് ഡ്രാഗിങ് ആയിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, ബട്ട് സ്റ്റിൽ നല്ലൊരു കഥയായിരുന്നു. അഗൈൻ നിങ്ങൾക്ക് സസ്പെൻസ് ത്രില്ലേഴ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക, നല്ലതാണ്. വരുൺ സോപ്തി ഓബിയസ്ലി എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. പണ്ടത്തെ സ്റ്റാർ പ്ലസ് സീരീസ് ഒക്കെ കണ്ടിട്ട് ഞാൻ പുള്ളിയുടെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും പുള്ളിയുടെ അഭിനയവും സീരീസും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഞാൻ 5 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമുക്കൊരു തമിഴ് സീരീസ് ആവാം. ഇത് കുറച്ചധികം പഴയതാണ്, എനിക്ക് തോന്നുന്നു 2023 ആദ്യം ഇറങ്ങിയ സീരീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അതോ 2023 അവസാനമാണോ എന്നറിയില്ല. എന്തായാലും ഇത് പ്രൈമിലാണുള്ളത്. സുഴൽ എന്ന് പറയുന്ന വെബ് സീരീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഗൈൻ ഇത് തമിഴിലാണ് എഴുതിയേക്കണത്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് സബ് ടൈറ്റിൽസ് ഉണ്ടെന്ന് തോന്നുന്നു. മലയാളത്തിൽ കാണണമെങ്കിൽ അങ്ങനെയും കാണാൻ തോന്നുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഐശ്വര്യ രാജേഷാണ്. മലയാളത്തിൽ ദുൽഖറുമായിട്ടുള്ള മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി. കൂടാതെ തമിഴിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള കുറേ താരങ്ങളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി വരുന്നത് ഐശ്വര്യ രാജേഷിന് ഒരു അനീത്തിയുണ്ട്. അനീത്തിയെ കാണാതാവുന്നു. ആ അനീത്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യയും ഐശ്വര്യയുടെ അച്ഛനും മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന ഒരു സെർച്ചാണ്. മെയിൻലി ഐശ്വര്യ നടത്തുന്ന ഒരു സെർച്ചാണ് ഈ ഒരു കഥ. അങ്ങനെ ഒരു സെർച്ചിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇവരുടെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ റിവീലാകുന്നു. അവിടുത്തെ ആളുകളുടെ ലൈഫിനെ കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങൾ റിവീലാകുന്നു. ഈ ഐശ്വര്യയുടെയും അനീത്തയുടെയും അവരുടെ അച്ഛൻ്റെയും ലൈഫിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ കുറേ കാര്യങ്ങൾ റിവീലാകുന്നു. അപ്പോൾ അതാണ് ആ ഒരു കഥയുടെ ഒരു എന്താ പറയുക രത്നച്ചുരുക്കം. ഇത് നടക്കുന്നത് ആ നാട്ടിൽ അവർ ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്. ആ ദേവിയുടെ ഒരു ഉത്സവം ഉണ്ട്. ആ കോവിലിൽ നടക്കുന്നൊരു ഉത്സവമുണ്ട്. അത് 10 ദിവസമാണ് ആ ഒരു എന്താ പറയുക ഉത്സവം. ആ 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ കഥ മൊത്തം നടക്കുന്നത്. ആ 10 ദിവസത്തിൻ്റെ അവസാനം ഈ കഥയ്ക്ക് ഒരു എൻഡുമാകും. അപ്പോൾ ആ 10 ദിവസത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഈ കുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു സെർച്ച്, അതാണ് ഈ ഒരു കഥ. വളരെ നല്ലൊരു സ്റ്റോറിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സസ്പെൻസും ആ ഒരു ത്രില്ലറും ആ ഒരു എന്താ പറയുക
ക്ലൈമാക്സും ഒക്കെ ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. നല്ലൊരു വെബ് സീരീസാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് ആണ്. അടുത്തത് അഗൈൻ പ്രൈമിലുള്ള ഒരു സീരീസാണ്. അധൂര എന്ന് പറഞ്ഞ സീരീസാണ്. ഹിന്ദിയാണിത്. പക്ഷെ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ കഥ വെളിപ്പെടുത്താതെ ഒരു സമ്മറി ഇതിന് പറയാൻ ഭയങ്കര പാടാണ്. സോ ഞാൻ എത്രയും വേഗമായിട്ട് പറയാൻ പറ്റുമോ അതുപോലെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ നിൽഗിരി വാലി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളിൽ, ഒരു ബോർഡിംഗ് സ്കൂളാണത്. അവിടെ നടക്കുന്ന കഥയാണിത്. അവിടെ വേദാന്ത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ലൈഫ് വെച്ചിട്ടാണ്, ലൈഫിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് വെബ് സീരീസ് തുടങ്ങുന്നത്. ഈ കുട്ടിയെ സ്കൂളിൽ എപ്പോഴും ബുള്ളി ചെയ്യുന്നു വേറെ കുട്ടികൾ. അപ്പോൾ ആ കുട്ടി ആ ബുള്ളി ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഫീലിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ അതേ ടൈം തന്നെ വേറൊരു പാർട്ടിൽ നടക്കുന്ന കഥയാണ് ഈ സ്കൂളിൽ പണ്ട് 15 വർഷം മുന്നേ പഠിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ലൈഫ്. അവർ ഈ സ്കൂളിലേക്ക് 15 വർഷത്തിന് ശേഷം ഒരു റീയൂണിയന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരാൻ പോണ ഓരോരുത്തരുടെ ലൈഫ് കാണിക്കുന്നുണ്ട് കുറച്ച് വർഷമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ സ്കൂളിലേക്ക് വന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു ആള് പണ്ട് കാണാണ്ടായിട്ടുണ്ട്. അവർ ഈ റീയൂണിയന് വരുന്നില്ല. വരാതായപ്പോഴാണ് ഈ ആളെ കാണാനില്ല എന്നുള്ള കാര്യം ഈ കൂട്ടർ അറിയുന്നത്. അപ്പോൾ ആ ആളെവിടെ പോയി എന്ന് അന്വേഷിച്ചിറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണിത്. ഇത് കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഥ എന്താ പറയുക എക്സ്പോസ് ആയി പോകും. സോ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വേദാന്ത് എന്ന് പറഞ്ഞ കുട്ടിയെയും ഈ 15 വർഷം മുന്നേ ഇവിടെ പഠിച്ചിരുന്ന ഈ ആൾക്കാരെയും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണിത്. ഇതും അഗൈൻ സസ്പെൻസ് ത്രില്ലറാണ്. ചെറിയ ഹൊറർ ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോൺറ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും ഒരു നല്ലൊരു വാച്ച് ആയിരിക്കും ഇത്. അതുകൊണ്ട് കണ്ടു നോക്കുക. അടുത്തത് കൊറിയൻ സീരീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സീരീസാണ്. ഡെത്ത്സ് ഗെയിം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോൺ പ്രൈമിലാണ്. ഇത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ കൊറിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇട്ട് വേണം കാണാനായിട്ട്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കഥ മനസ്സിലാവും. ഇതിൻ്റെ ഒരു എന്താ പറയുക സമ്മറി പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ടൊരു പ്രോട്ടഗോണിസ്റ്റ്, ഒരു ചെറുക്കനുണ്ട്. അവൻ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സ്ട്രഗിളുകളിൽ അവന് മനസ്സ് മടുത്തിട്ട് അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ നേരെ ഒരിടത്തെത്തുന്നു. എന്താ പറയുക ഹെല്ലും അല്ല ഹെവനും അല്ലാത്തൊരു സ്ഥലത്തെത്തുന്നു. അവിടെ ഡെത്ത് ഇവരെ കാത്തിരിക്കുകയാണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ മനുഷ്യരൂപത്തിലുള്ള ഒരു ഡെത്ത് നിൽക്കുകയാണ്. ഈ മനുഷ്യരൂപത്തിലുള്ള ഡെത്ത് ഇവനോട് പറയാണ്, നീ ഡെത്തിനെ അപമാനിച്ചു. കാരണം അവൻ സൂസൈഡ് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഡെത്തിനെ അപമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് നിന്നെ പണിഷ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിനക്ക് 12 ലൈഫ് പിന്നെയും തരാൻ പോവാണ്. ഓരോ വട്ടം നീ പിന്നെയും മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 12 ഡെത്ത് നീ പിന്നെയും അനുഭവിക്കാൻ പോവാണ്. ഈ 12 ഡെത്തിൽ എപ്പോഴെങ്കിലും ഓരോ പ്രാവശ്യം ഓരോ ലൈഫ് കിട്ടുമ്പോഴും ആ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണല്ലോ ഇവൻ തിരിച്ചു പോകാൻ പോകുന്നത് ജീവിതത്തിലേക്ക്. ആ ആളുടെ ഡെത്ത് ഇവന് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവന് ആ ആളുടെ ശരീരത്തിൽ ആ ആളായിട്ട് ജീവിതം കണ്ടിന്യൂ ചെയ്യാം. അതല്ല അവന് ഈ ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ വട്ടവും ഓരോ മനുഷ്യരായിട്ട് ഇവൻ തിരിച്ച് ഭൂമിയിലേക്ക് പോയി ജീവിച്ച് മരിച്ച് തിരിച്ചു വന്ന് അടുത്ത ആളുടെ ബോഡിയിൽ പിന്നെയും ജീവിക്കുക, മരിക്കുക, തിരിച്ചു വരിക, ഇത് തന്നെ. അപ്പോൾ അവൻ ഈ ഓരോ 12 വട്ടം ഭൂമിയിലേക്ക് പോകുന്നതും ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ ജീവിക്കുന്നതും അവൻ ആ ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതും, അതുപോലെ ഈ ഓരോ വട്ടം ഇവൻ ഭൂമിയിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ സ്വന്തം മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ആരായിട്ടാണോ പോകുന്നത്, അതല്ലെങ്കിൽ ആരുടെ ശരീരത്തിലേക്കാണോ ഇവൻ പോകുന്നത് ആ ആളുടെ മെമ്മറീസും ഉണ്ട്. സോ ഇതെല്ലാം വെച്ചിട്ട് ഇവൻ എങ്ങനെ ഡെത്ത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, ഇവൻ്റെ പാസ്റ്റ് ഇവൻ്റെ ജീവിതത്തിലുള്ള ആളുകളെ അവൻ കാണുന്നതും, അങ്ങനെ അത് ആണ് ഈ കഥയുടെ ഒരു രത്നച്ചുരുക്കം. ഈ 12 ലൈഫ്സ് ഇവൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഡെത്ത് അവോയ്ഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു കഥ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമുക്ക് എന്താ പറയുക ഒട്ടും ലാഗൊന്നും തോന്നില്ല. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സബ് ടൈറ്റിൽ ഇടേണ്ടി വരും, കൊറിയനാണ്. സോ അതുകൊണ്ട് സബ് ടൈറ്റിലൊക്കെ ഇട്ടിട്ട് എന്തായാലും കണ്ടു നോക്കുക. അടുത്തത് നമുക്കൊരു പക്ക മലയാളം വെബ് സീരീസ് ആവാം. ഇത്
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുള്ള വെബ് സീരീസാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്ന നിഖില വിമലും, സണ്ണി വെയിനും, വിജയരാഘവനും, അശോകനും, അജു വർഗീസും, അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ ഉണ്ട് ഈ ഒരു വെബ് സീരീസിൽ. ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണ്. നല്ല തമാശകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് വെബ് സീരീസ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു രത്നചുരുക്കം പറയുകയാണെങ്കിൽ നിഖില വിമലിന് സണ്ണി വെയിൻ്റെ ഒരു കല്യാണാലോചന വരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിഖില വിമൽ പേരില്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരുന്നു. വന്നിട്ട് അവൾ അവിടുത്തെ എന്താ പറയുക, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയി മാറുന്നു. അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങളും തമാശകളും ആ പേരല്ലൂർ ഗ്രാമത്തിലെ ആൾക്കാരുടെയും ഒക്കെ ഒരു കഥയും ഒക്കെയാണ് ഈ ഒരു വെബ് സീരീസിലുള്ളത്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒത്തിരി ചിരിക്കാനുള്ള ഒരു വെബ് സീരീസാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മളൊരു സ്ട്രെസ്ഡ് ആയിട്ട് ഒക്കെ ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയൊരു വെബ് സീരീസാണ്. ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു ത്രില്ലർ, സസ്പെൻസ് ആ ഒരു മൂഡായിരുന്നു. പക്ഷെ ഇത് നേരെ കോൺട്രാസ്റ്റാണ്. നല്ല എന്താ പറയുക, ചിരിച്ച് സമാധാനത്തോടെ കാണാൻ പറ്റുന്നൊരു വെബ് സീരീസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു വെബ് സീരീസാണിത്. അപ്പോൾ 9 വെബ് സീരീസ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇനിയിപ്പോൾ പറയാനുള്ളത് 10ാമത്തത് ഒരു TV സീരീസാണ്. ഇത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും പറയാം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ടെലിഗ്രാം വഴിയോ മറ്റോ അവൈലബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കൊണ്ടുപോകുക. ഇത് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു TV സീരീസാണ്. ഇതിൻ്റെ 2 സീസൺസാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ലാസ്റ്റ് സീരീസ് ഇറങ്ങിയത് 2022 ഇതും അഗൈൻ ഒരു ഹൊറർ, ത്രില്ലർ, സസ്പെൻസ് കലർന്നിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, സിനോപ്സിസ് പറയുകയാണെങ്കിൽ ഒരു ടൗൺ, അവിടേക്ക് എന്താ പറയുക, വണ്ടി ഓടിച്ച് പല പല ഫാമിലീസ് വരുന്നു. ഇവർ ആ ടൗൺ വഴി പാസ് ചെയ്ത് പോകുന്നതാണ്. റോഡ് ട്രിപ്പോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിച്ചിട്ട് പോകുന്നവർ ഈ ഒരു ടൗൺ വഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടാവുകയാണ്. അവർ ആ ടൗണിൽ കുടുങ്ങി പോവുകയാണ്. ഇവർ എത്ര കടന്ന് കറങ്ങി നോക്കിയാലും ഈ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർ കടന്ന് കറങ്ങുന്നത്. പിന്നെ ഈ പാസ് ചെയ്ത സ്ഥലങ്ങൾ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ പല പല ഭാഗത്തു നിന്നുള്ള പല പല ഫാമിലീസ് ഇവിടെ കുടുങ്ങുന്നു ഈ ഒരു ടൗണിൽ. ഈ ടൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപത്തിലുള്ള ജീവികൾ എന്ന് തന്നെ പറയാം, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ ഇരിക്കും, ഇവരിറങ്ങും. ഈ മനുഷ്യരൂപത്തിലുള്ള ഈ സാധനങ്ങൾ ആക്ച്വൽ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്ന് തിന്നാണ്. അപ്പോൾ ഈ മനുഷ്യരൂപത്തിലുള്ള ഇവരെ പേടിച്ചിട്ട് ഈ ടൗണിലുള്ളവർ സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒളിക്കണം, വീടിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കണം. ഈ വീട്ടിൽ ഈ സാധനങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു രക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടൗൺ എങ്ങനെയാണ് ഇതുപോലെ ആയത്, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പുതിയതായിട്ടൊരു ഫാമിലി ഈ ഒരു ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വെബ് സീരീസിൽ കവർ ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ്. ഓരോ എപ്പിസോഡിലും കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരും. പക്ഷേ 2 സീസൺസാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. അടുത്തത് എനിക്ക് തോന്നുന്നു 2024 ഇറങ്ങുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു വെബ് സീരീസാണ്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണിത്. അപ്പോൾ കണ്ടു നോക്കുക. സോ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള 10 വെബ് സീരീസ്. ഞാൻ എല്ലാ പ്ലാറ്റ്ഫോംസും കവർ ചെയ്തിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ ലാംഗ്വേജസും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് ഉതകുന്ന ഏതെങ്കിലും വെബ് സീരീസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തിരിച്ച് ഈ വീഡിയോയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇടണം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് സീരീസ് ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.